നീ തിന്ന് ചാവില്ല. ഫോണിലാണെന്നടിക്കട്ടെ, കുഴപ്പമില്ല. പണി എന്ത് സംഭവമാണ് തുറന്നു നോക്കി. തിരിച്ചു പിടിക്കടാ. അതൊക്കെ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട്. ഇത് കുറച്ചല്ലേ വേണ്ടു. ഫുള്ള് നിറച്ച് വെച്ചോട്ടാ. തുറക്കുമ്പോ വേറെ എടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാതെ കൊണ്ടാട്ടാ കാറിന്റെ ഡിക്കിലാക്കിയല്ലേ സജെ. അത് പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ അന്മീനെ കാണുന്നില്ല കേട്ടാ. അന്നിക്കെന്തോ പറയാനുണ്ടോ അല്ലേ? മേമേനോടെന്തോ പറയാനുണ്ടോ അല്ലേ? മേമേനോടെന്തോ പറയാനുണ്ടോ അല്ലേ? ആ റെഡി പറഞ്ഞോ. പിറന്നാളിന് എപ്പോഴത്തെയും പോലെ ഒരു സാധാരണ ഗിഫ്റ്റ് എന്നതിനേക്കാൾ അവൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് മരത്തിന് പുറമേ എന്തോ ഒന്ന് എന്നുള്ളൊരു ആ ഒരു ചിന്ത. ഇതെങ്ങനെ റിയാക്ഷൻ വരും, എങ്ങനെയാണ് അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. സമയം ഇപ്പോൾ രാത്രി 7:10 കഴിഞ്ഞേട്ടോ. അനിയനും നാട്ടിലില്ല, ഏട്ടനും നാട്ടിലില്ല, ആരും നാട്ടിലില്ല. നാളെ ഓക്കൊരു സർപ്രൈസ് എന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നട്ടോട്ട് പറയില്ല. ഒന്നും നടക്കുന്നില്ല ഏട്ടാ, ഓട്ടം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പം വന്നിട്ട് ഇന്ന് കേക്ക് വാങ്ങി ഇതാ വണ്ടി കയറ്റിയിട്ട് പോകുന്നത്. ഇതൊന്നും ഓള് കാണാണ്ടിരിക്കുകയും വേണോ, എല്ലാം നടത്തുകയും വേണോ, ആകെ പെട്ടിട്ടുള്ളത്. നൈറ്റ് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വീട്ടിലിപ്പോൾ എത്തിയിട്ട് 7:30 ഞാനിനി അങ്ങോട്ടേക്ക് ഇപ്പം പോകാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്നാൽ നേരം പോയി കേട്ടാൽ തന്നെ നമുക്ക് ഡൗട്ട് തോന്നും എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു ഡൗട്ടും തോന്നാത്ത വിധത്തിലാക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ ഈ വണ്ടീൻ്റെ ബേക്കിൽ ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കാറിന്റെ ഉള്ളിലായോണ്ട് ചെറിയ സാധനം വാങ്ങിയല്ലോ സൈജെ. ഇതിന് സ്പെല്ലിങ് മാറാനെന്നാണ് തിരക്കിട്ടിട്ടാക്കി. നാളെ രാവിലെ മാമൻ തരുന്നില്ല, നാളെ സർപ്രൈസ് കൊടുക്കും. സർപ്രൈസ് കൊടുക്കും അല്ലേ? നമുക്ക് ബലൂൺ വന്നിക്കണ്ടേ? സർപ്രൈസ് വാങ്ങി വെച്ചിട്ടുണ്ട്. മേമ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വരും, അന്നേരം പറഞ്ഞു കൊടുക്കൊന്നും ചേരാ. ഒന്നും പറയരുട്ടാ. കാറിന്റെ ഉള്ളിൽ നമുക്ക് ഒളിപ്പിച്ച് വെച്ചാലോ? റൂമിൽ ഇങ്ങനെ അകത്ത് വെച്ചാലല്ലോ മേമ കാണൂലേ? അതുകൊണ്ട് നമുക്ക് കാറിന്റെ ഉള്ളിൽ വെക്കാം. കാറിന്റെ ഉള്ളിൽ നമുക്ക് ബലൂൺ നിറച്ച് വെക്കാം. മേമത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരാവുന്ന. എന്നാ മറ്റേ CBI ക്വസ്റ്റ്യൻ ചെയ്യുന്നവർ ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയ പാട് എവിടെയായിരുന്നു ഇത്രയും നേരം എന്തോ ആയിക്കോട്ടെ, ഇന്ന് ഞാൻ എന്ത് തരും നോക്കും. അപ്പൊ ഇതാക്കി വെച്ചിട്ട് പോക്കാന്ന് പോലും നമ്മളെ ബലൂൺ വന്നിക്കണം. ഇപ്പൊ എന്തെല്ലാം കേക്കണം ഞാൻ. പിന്നെ വേറെ എടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാതെ കൊണ്ടാട്ടാ കാറിന്റെ ഡിക്കിലാക്കിയല്ലേ സജെ. അതൊരു വെറൈറ്റി അല്ലേ? പണ്ട് അതെ, വേറെ ഏടി ആക്കിയാലും ഓള് കാണും. അപ്പുറത്തെ വീട്ടിലാക്കാൻ പറ്റില്ല, ഇപ്പുറത്തെ വീട്ടിലാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കാറിൽ സെറ്റ് ചെയ്തത്. ഇവര് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പൊതിയാൻ വേണ്ടിട്ട് ഗിഫ്റ്റ് പേപ്പറെല്ലാം ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഞാനും ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അതും കൂടി പൊതി നോക്കണേ. രണ്ടാളും കൂടി ഇവിടെ നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടാ. ഇരുന്ന് നിറച്ച കേട്ടാ അമ്മി. അന്നി നേരത്തെ പറയാനായി കേട്ടാ, പറഞ്ഞില്ലാന്ന് എത്തിനാമി ഇല്ലേ? ഞാനും ശ്രദ്ധിച്ചിട്ട് കാറിലായോണ്ട് രക്ഷപ്പെട്ടു അല്ലെ? നമ്മള് കുറച്ചല്ലേ വേണ്ടു. ഫുള്ള് നിറച്ച ചേട്ടാ ബേക്ക് തുറക്കുമ്പോ അങ്ങ് വീണ വിധത്തില്. അമ്മി ഓക്കെ അല്ലേ? ഞാൻ പിന്നെ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഇവിടെ എടുത്ത് വെച്ചിരിക്കാനുള്ളത്. അത് എടുക്കാൻ വേണ്ടി പറഞ്ഞ് വേഗം ഓടി വന്നേരാന്ന് ഇവരെടുന്ന് പിന്നെ ഇത് എടുക്കുന്നതാണ്ട്. പിന്നെ ഇത് എടുക്കാണ്ടിരിക്കാൻ പറ്റൂല്ലോ. അമ്മി എന്നാ പിന്നെ ശരിയാ. എന്നാ പിന്നെ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോയിട്ടെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ? നമ്മുടെ ആരുടെ പിറന്നാളായാലും
എന്ത് പരിപാടിയായാലും നമ്മുടെ തില്ലങ്കേരി അമ്പലം വിട്ടിട്ടുള്ള കളിയില്ല. ചൂടൊന്നും കഴിയില്ല, ജലദോഷം. അൻവി ഇപ്പൊ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആവാൻ വേണ്ടിട്ട് നിന്നാണ്. അപ്പൊ ഓനെ പോകുന്നതിലടക്ക് വന്നിട്ട് നമുക്കൊന്ന് സ്വാഗതം പറഞ്ഞിട്ട് റെഡി ആവാന്ന് വിചാരിച്ചാണ്. എന്നാന്ന് സീറ്റിൽ വലുകൊണ്ട് കണ്ടു തോന്നുന്നു വണ്ടി ഇരിക്കുന്നത്. എല്ലാം സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാക്കി വെച്ച. ഞാൻ വണ്ടിയെല്ലാം തിരിച്ചു വെക്കുമ്പോക്ക് ബലൂൺ നോക്കിയാട്ടെ താഴെ. ഇവൻ വണ്ടി തിരിച്ചു വെക്കുന്നു, ആരെങ്കിലും അറിയില്ല. ഈ ഉള്ളിൽ പെട്ടത് ആരെങ്കിലും അറിയുന്നില്ല. ബർത്ത്ഡേ ആയിരിക്കും എന്തായാലും അതൊന്ന് തുറക്ക്, ഡിക്കി തുറക്ക്. പേടിപ്പിക്കണ്ട, എന്തായാലും വെക്കണല്ലോ അല്ലടേ അല്ലടാ. അപ്പൊ ഒന്നുണ്ട് മാറ് മാറമ്മി മാറ് മാറ്. അപ്പൊ ഒന്നുണ്ട് ഇങ്ങോട്ട് നീ ഇങ്ങോട്ട്. ഞാൻ വിചാരിച്ചു വണ്ടിയിലേക്ക് വന്നിട്ട് ടെൻഷൻ കേക്കെല്ലാം ഫുള്ള് കൊളാക്കൂന്നിവേ. കേക്ക് ഫുള്ള് വലുവള വീണിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നാട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു ഒന്നും ഇതിനകത്തൊരു സാധനം ഉണ്ട്, അത് എല്ലാം പറഞ്ഞു പോയി. ഇത് ഒട്ടിച്ചിട്ട് നിക്കുന്നില്ല കേട്ടോ, ഒന്നുമില്ല. അയ്യോ ആ ഒന്നുമില്ല, അതിന്റെ ഉള്ളിലൊരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. ഇനി അത് കാണണ്ടായി പോണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ഞാൻ സെറ്റപ്പ് ആക്കി ഒട്ടിച്ച് വെച്ചിട്ട് പോയത്, എല്ലാം പറഞ്ഞു പോയി. പിന്നെ ഗ്ലാസിന്റെ മുകളിൽ ഏടിയും പിന്നെ മുടി ഇങ്ങനെ മുറിച്ചിട്ട് എന്തോ പറയുമ്പോ നിങ്ങൾ മാറ്റിയത് അതായത്. ഓ ഇത് കണ്ടിട്ടാ എന്തോ പറയാന്നപ്പോ നിങ്ങൾ മാറ്റിട്ട് ഗ്ലാസിന്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയല്ലേ ഒട്ടിച്ചു. സംഗീതേട്ടൻ പറഞ്ഞ ഗ്ലാസ് എന്തായാലും ഇവര് വരുമ്പോ കാണൂലേ, ഫുള്ള് കാണാനും പാടില്ല, ഇത് ഒട്ടിക്കുകയും വേണം ഫുള്ള്. അതുകൊണ്ട് എല്ലാം കൊളാക്കി. നേരം വൈറ്റ് വന്നതിന് ചോദ്യം ചെയ്യലേ നടന്ന് എവിടെ പോയി, എന്തായിരുന്നു പരിപാടി? എന്നോട് ഇന്നലെ പറഞ്ഞു ബാങ്ക് പോകും, ബാങ്ക് പോയിട്ട് 8 മണിയായിട്ട് കാണുന്നില്ല. അതുപോലെ 6 മണിക്ക് ബാങ്കിൽ പാസ്ബുക്ക് ഓടിക്കാൻ പോകുന്നത് പറയുമ്പോ കുറച്ച് വിശ്വസിക്കുന്ന ഒന്നാണോ പറയണ്ടേ? ഞാൻ ചോദിച്ചു പാവോ ബാങ്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ സാധനം വാങ്ങി വന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ കുറച്ച് വെള്ളം കുടിച്ചു. എല്ലാം ബലൂണും ഇതെല്ലാം വെച്ചിട്ട് ഇതാക്കുന്ന പോലെ തന്നെ കാണുമ്പോ തന്നെ ഒന്നും ഇല്ലാന്ന് തോന്നിയിട്ട് പിന്നെ പെട്ടെന്ന് വണ്ടി ഓർക്കുമ്പോഴുള്ള സംഭവം ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. ഞാനിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ബലൂൺ ഒന്ന് താഴെ വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഇത് തുടങ്ങി. വേണ്ടപ്പാ ഏറ്റവും വേണം. ഞാൻ വിചാരിച്ചു വണ്ടി നിറച്ചും ബലൂണായിരിക്കും, വണ്ടി ഡിക്കി തുറക്കുമ്പോ ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിച്ചേ. നിങ്ങൾ ഇന്നലത്തെ ആ ബലൂൺ കളിക്കല് കണ്ടുതരോ? പിന്നെ അല്ലാണ്ടാരാ ഞാനാ? അല്ല ഞാൻ ഇതെല്ലാം കെട്ടി എല്ലാം സെറ്റാക്കി ഫോട്ടോ എല്ലാം ആടിങ്ങനെ ഒട്ടിച്ച്. പൊന്തിക്കാൻ തന്നെയാണ് പ്ലാന്. പിന്നെ ഫുള്ളിട്ട് ഓള് കാണുന്ന ഒരു പ്രശ്നം. പിന്നെ ഇവരാണെങ്കിൽ എച്ചൂട്ടിനാണെങ്കിൽ തൊട്ടില് കിടക്കുന്നില്ല, ഒരേ കരച്ചില്. അതിന്റെ കടക്കേ കിടത്തിയാല് എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ചെയ്ത് നോക്കി. നിങ്ങൾ വണ്ടി എടുത്ത് പോയപ്പോ ഞാൻ സിംഗിളായി ഇത് നിർത്തോണ്ട് വലിയ എന്തോ ഗിഫ്റ്റ് എല്ലാം എടുത്ത് വലിയ എന്തോ ഗിഫ്റ്റ് ഫോണെല്ലാണെന്നായിരിക്കട്ടെ, കുഴപ്പമില്ല. പണി എല്ലാ സംഭവമാണ്, തുറന്നു നോക്കി പണിയാ. ഇവക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നോക്കി സെലക്ട് ചെയ്തിട്ട് വാങ്ങിയതാണ് ഇവര്. പൊളിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നു. കേക്ക് കുറച്ച് അങ്ങോട്ട് വെക്കണേ. എന്തെങ്കിലും ആയിട്ടുണ്ടല്ലോ പറയേ, കൊളായിട്ടുണ്ടെങ്കിൽ. അമ്മ കുറച്ച് ദൂരോട്ട് എല്ലാരും കുറച്ച് ദൂരോട്ട്. അമ്മ കുറച്ച് ദൂരോട്ട്. ഇത് വല്ലാത്തൊരു പാക്കിങ് ആവല്ലോ, ഒറ്റക്ക് പാക്ക് ചെയ്താൽ കണ്ടാ പറയൂല. എന്നായിരിക്കും ഓൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചായപ്പൊടി പാക്കറ്റ് ഇത് എന്തെല്ലാം പാക്കിങ് ആയി, ഇതെന്തിനും ഇങ്ങനെയെല്ലാം പാക്കായി. എടാ ഇത് ഫുള്ള് വെള്ളം പുറത്തേക്ക് പോയിനി. ഇത് ഞാനുണ്ടല്ലോ കഴിഞ്ഞ ബർത്ത്ഡേക്ക് പറഞ്ഞ കേട്ടിന്. അതിപ്പോ പറയണ പട്ടി ഇത്
നീ തിന്ന് ചാവിന്ന് ബർത്ത്ഡേ ഇവള് തിന്ന് ചാവട്ടെ. എന്താ വെച്ചാല് ഏടെ പോയാലും ജ്യൂസ് കടയിൽ പോയാൽ ആദ്യം പറഞ്ഞ പൈനാപ്പിൾ ജ്യൂസ്. എവിടെയെങ്കിലും റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കാൻ പോയാലും എന്തായാലും ഓള് പൈനാപ്പിൾ വിട്ടിട്ടുള്ള കളിയില്ല. എന്നാ വേണ്ട ചോദിച്ചാ പൈനാപ്പിൾ ജ്യൂസ്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തോട് പറയേ. അപ്പൊ ഇപ്പൊ സായുജി വീട്ടിൽ വരെ കൊണ്ടുവരാൻ തുടങ്ങി. ചേച്ചിന്റെ പിറന്നാളാണ്. സ്കൂളിൽ കൊണ്ടാക്കിട്ട് വരാ. ബസ്സിൽ കൊണ്ടാക്കിട്ട് വരാ. അമ്മി വാ. കാണുന്നുണ്ടാ പുതിയ മോഡൽ പാക്കിംഗ് എല്ലാം ഉണ്ട്. സംഗീതയുടെ ഇൻസുലേഷൻ ടൈപ്പ് ഞാൻ കാണിച്ച ഒരു ഇൻസുലേഷൻ ടൈപ്പ് പോലും വാങ്ങിയിട്ടില്ല. കവർ മാത്രം വാങ്ങിയിട്ട് വന്നിന്. അത് തിരിച്ചു പിടിക്കടാ. നോക്ക് ഇങ്ങനെ പിടിച്ചാ മതി. അനക്കറിയില്ല അതിന്റെ ഉള്ളിൽ എന്താ സാധനം ഒന്നും അനക്കറിയില്ല. ഫ്രിഡ്ജിൽ വെച്ച ഇവിടെ ഇന്ന് തിരിച്ച് കൊല്ലും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുറ്റും ഇരുന്നിട്ട് പൈനാപ്പിൾ തിന്ന് കഴിഞ്ഞ പാട് പേട. നീ നല്ല ഫോട്ടോ ഒക്കെ ആയി കൊടുത്തില്ലേ. എന്റെ ബർത്ത്ഡേക്ക് ഇവനാക്കി തന്ന ഫോട്ടോ നിങ്ങൾ നല്ല അടിപൊളി ഫോട്ടോ അല്ലേ? ബൈക്കിൽ നല്ല കൂളിംഗ് ഗ്ലാസ് എല്ലാം ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ. എന്തെല്ലാം ഫോട്ടോ നല്ല ഫോട്ടോ ആക്കിട്ട് ഞാൻ ഇട്ട് കൊടുത്തിന്. ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാന്നോ? സമ്മാനം തന്നിങ്ങനെ സ്നേഹിച്ച് വീർപ്പ് പൊട്ടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞോണ്ട് ഇതും കൂടി ഞാൻ തുറക്കുന്നു. നല്ല ഫോട്ടോ ആവണം. ഇത്രയൊക്കെ പറയുന്നു. നല്ല ഫോട്ടോ ആവണം. കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഹാപ്പി അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇവിടെ. ഇനി ഇത് ഇന്നത്തോടെ ഇപ്പൊ ഈ ഒരു പരിപാടിയോടെ തീർക്കണോ അതോ വേറെ എന്തെങ്കിലും നിനക്ക് വേണോ? എന്നാലും രാവിലെ തന്നെ ഇതാ രാവിലെ സമയം ഇടുക 9:30 ആകുന്നേ ഉള്ളൂ. ആ സമയം ആകുമ്പോ ഉപ്പിലിട്ട മാങ്ങയെല്ലാം കൊടുത്തിന്. അപ്പൊ ഒന്നും തിന്നിന് വരെയില്ല. കേക്ക് തിന്നത് പോട്ട്, പേട തിന്നതും പോട്ട്, ഈ ഉപ്പിലിട്ട സാധനം തിന്നണ്ട് ഇപ്പൊ തിന്ന് കാണിക്കും. റൺവിത് വീക്ക് അങ്ങനെ സ്കൂളിൽ നിന്നും മടങ്ങിയിട്ടിരിക്കുകയാണ്. ഈ കുപ്പായോട്ടിട്ട് ഈ സംഭവം രാവിലത്തെ നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്തു പോയി. ഒന്ന് ആശുപത്രിയിൽ പോയി. ആശുപത്രി ഇവിടെ ഇട്ട വേഷത്തിൽ തന്നെ വന്ന് എല്ലാവരും ആശുപത്രിയിൽ പോയി. ഇവരെയും കാണിക്കാനുണ്ടേനും ചെക്കനെ കാണിക്കാനുണ്ടേനും. അപ്പോൾ എല്ലാവരും ആശുപത്രിയിൽ പോയി വന്ന് പിന്നെ വേറൊരു സംഭവം ഉണ്ടേനും വേറൊരു സാധനം വാങ്ങാനുണ്ടേനും. അങ്ങനെ ഞാൻ ഓളും കൂടി പോയി. എന്നിട്ടെല്ലാം കൂടി കറങ്ങി തീരുന്നില്ല. ഇപ്പാ വന്നത് കേട്ടോ വീട്ടിലേക്ക്. രാവിലെ ഇടുന്ന് ഇറങ്ങിയതിന് ശേഷം മര്യാദയ്ക്കൊന്ന് ഇരിക്കുന്നത് ഇപ്പാന്ന്. പിറന്നാളായതിന്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മള് പുതിയ കുപ്പായി വിട്ടിട്ട് രാവിലെ മുതലേ നിൽക്കുന്നത് നല്ല കേട്ടാ. ഇത് സംഭവം മാറ്റാനുള്ള ടൈം കിട്ടാത്തോണ്ടാണ്. ഞാൻ മാറ്റിട്ടാ. പക്ഷെ ഇവക്ക് മാറ്റാനുള്ള ടൈം കിട്ടാത്തോണ്ടാണ്. ഇല്ലേ അവർ വിചാരിക്കല്ലേ മറ്റേ ഹാഫ് കുർത്തിയും മുണ്ടെല്ലാം ഇട്ടിട്ട് ഇവർ ആശുപത്രിയിൽ ജലദോഷം കാണിക്കാൻ പോകുമ്പോൾ ആ സീനൊന്ന് വിചാരിച്ചു കേട്ടെ. മറ്റേ ഈ സിനിമേന്റെ പിഷാരടി പോകുന്ന അവസ്ഥയായിരിക്കും ഞാൻ. അപ്പൊ സംഭവം ഇന്നലെ ഞാനിപ്പോ ഇവര് ഇവിടുന്ന് രാത്രിക്കല്ല് ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇവരും അന്റിയും കൂടി ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ബലൂണെല്ലാം നിറച്ചിട്ട് ആ പണിയെല്ലാം എടുത്ത് വെച്ചിരുന്നത്. അപ്പൊ ഞാനങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. എന്നാലും അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും അങ്ങനെ പരിപാടി വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു. വേറെ ആരും ഉണ്ടായില്ല. നമ്മൾ മാത്രം പ്ലാൻ ചെയ്ത് നമ്മൾ മാത്രം അങ്ങനെ ആക്കിയ ചെറിയൊരു പരിപാടിയാണ്.
എല്ലാവർക്കും ചാച്ച. 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 അമ്മി